ഇന്നിനി 500 കിലോമീറ്റർ ഓടണം. ഇന്ന് രാത്രി നമ്മൾ താമസിക്കാൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഉല്ലാസ നഗരത്തിലാണ്, ലാസ് വേഗാസ്. ലോകത്തിൻ്റെ എൻ്റർടൈൻമെൻറ്റ് സിറ്റി. ഒരു മരുഭൂമിയെ എങ്ങനെ ഒരു എൻ്റർടൈൻമെൻറ്റ് സിറ്റി ആക്കി മാറ്റാമെന്ന് ദുബായ്ക്കൊക്കെ മാതൃകയായത് ഈ ലാസ് വേഗാസാണ്. 1950കളിലും 60കളിലും 70കളിലും 80കളിലും ഒക്കെ മരുഭൂമി മാത്രമുള്ള ലാസ് വേഗാസ് എന്ന് പറയുന്ന ഈ സ്ഥലത്ത്, നെവാദ എന്ന് പറയുന്ന ഒരു മരുഭൂ സ്റ്റേറ്റിൽ ഒരു വരുമാനമില്ലാതെ മനുഷ്യർ ബുദ്ധിമുട്ടിയിരുന്നൊരു കാലത്ത് കുറേ സമ്പന്നർ അവിടെ കാസിനോകൾ ആരംഭിക്കുകയും അവിടേക്ക് അമേരിക്കയുടെ പല ഭാഗത്തുനിന്നുള്ള സമ്പന്നർക്ക് ഗെയിമിങ്ങിന് വേണ്ടി, കാസിനോയിൽ കളിക്കുന്നതിന് വേണ്ടി ആളുകളെ ആകർഷിക്കുകയും അവിടെ മരുഭൂമിക്ക് നടുവിൽ ഒരു എൻ്റർടൈൻമെൻറ്റ് സിറ്റി രൂപീകരിക്കുകയും ചെയ്തു. ലോകത്തെ ഏറ്റവും വലിയ ഹോട്ടലുകളും കാസിനോകളും ഒക്കെ ആയിട്ട്. അതാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റർടൈൻമെൻറ്റിലൂടെ, ടൂറിസത്തിലൂടെ ഒരു മരുഭൂ പ്രദേശത്തിന് പോലും വളരാമെന്നുള്ള മാതൃക ദുബായ്ക്കൊക്കെ കൊടുത്തത്. ദുബായ് അതിലെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു, ചില കാര്യങ്ങൾ അവർ ലിമിറ്റ് ചെയ്യുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ മിഡിൽ ഈസ്റ്റിലെയും നമ്മളുടെ ഈ പ്രദേശങ്ങളിലെയും യൂറോപ്പ് ഉൾപ്പെടെയുള്ള ആളുകളുടെ ഒരു പ്രധാന ശ്രദ്ധാകേന്ദ്രമായി, ഒരു ടൂറിസം കേന്ദ്രമായിട്ട് ദുബായ് വളർന്നു. ഈ ലാസ് വേഗാസ് ഇതിനൊക്കെ മാതൃക കാണിച്ച പതിറ്റാണ്ടുകൾക്ക് മുമ്പേ ഉള്ള വമ്പൻ എൻ്റർടൈൻമെൻറ്റ് സിറ്റിയാണ്. അവിടെയാണ് ഇന്ന് രാത്രി പോയി താമസിക്കുന്നത്. ഇന്ന് രാത്രി മാത്രമല്ല, അടുത്ത 3 ദിവസം രാത്രിയിൽ ഞങ്ങൾ അവിടെയാണ്. പകൽ നേരങ്ങളിൽ ഞങ്ങൾ വേറെ പല സ്ഥലങ്ങളിലേക്കും പോകും.